ഹലോ, നമ്മുടെ മക്കളുടെ പഠനം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള 10 വഴികളായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. നമ്പർ 1, നമ്മൾ അവരുടെ പഠന സമയങ്ങളിൽ ഒന്ന് ക്രമീകരിച്ചു കൊടുക്കുക. പഠന സമയം ക്രമീകരിക്കുക എന്ന് പറയുമ്പോൾ ഒരു ദിവസം ഏതെല്ലാം കാര്യങ്ങളാണ് അവർക്ക് ചെയ്ത് തീർക്കാനുള്ളത് എന്നുള്ളത് മുൻകൂട്ടി കണ്ട് ഒരു ടൈം ടേബിൾ സെറ്റാക്കി കൊടുക്കുക. ഇന്ന സമയത്ത് ഇന്ന സബ്ജക്ട്സ് എല്ലാം കവർ ചെയ്യണം, അതിൽ ഏതൊക്കെ ദിവസങ്ങളിൽ ഏതൊക്കെ സബ്ജക്ട്സ് നോക്കണം, എങ്ങനെയൊക്കെയാണ് നോക്കേണ്ടത്, എത്ര ഹവർ നമ്മൾ അതിൽ സ്പെൻഡ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം. പിന്നെ പറയാനുള്ള ഒരു കാര്യം, കുഞ്ഞു മക്കളാണ് എന്നുണ്ടെങ്കിൽ തുടർച്ചയായിട്ടുള്ള പഠന രീതി ഉണ്ടല്ലോ, അത് അവർക്ക് ബോറടിക്കും. ആ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ അവർ ഒന്നിച്ചിരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് സമയം അവരെ പഠിപ്പിക്കുക, അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് അവർ ഫ്രീ ആക്കിയിട്ട് വിടുക, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റി കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് വീണ്ടും അവരെ പഠനത്തിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ ആയി കഴിയുമ്പോൾ മക്കൾക്ക് ബോറടിക്കില്ല. 1 മണിക്കൂർ 2 മണിക്കൂർ 3 മണിക്കൂറും അവരിരിക്കും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരൻറ്റ് അവരുടെ നല്ലൊരു ഫ്രണ്ടായിട്ട് അവരെ കൂടെ കളിക്കാനും ഇരിക്കണം. പഠിക്കുന്ന സമയത്ത് മാത്രം നമ്മൾ നല്ല സ്ട്രിക്റ്റായിട്ട് ഒരു പാരൻറ്റിങ് റോൾ ഏറ്റെടുത്ത് വലിയ സംഭവമാണ് എന്നുള്ള വിചാരത്തിൽ അവരെ പഠിപ്പിക്കാനിരിക്കുക. ബാക്കിയുള്ള സമയത്തൊക്കെ നമ്മൾ ഭയങ്കര എന്താ പറയുക, അവരെ കൂടെ കളിക്കാനോ ചിരിക്കാനോ ഒന്നിനും സമയം അങ്ങനെയല്ല. കളിക്കാനും നമ്മൾ അവരെ കൂടെ കൂടണം. പഠിപ്പിക്കുന്ന സമയത്തും കളിയിലൂടെയുള്ള പഠനം അവരിലേക്ക് കൊണ്ടുവരികയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടിയിൽ പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മൾ പഠന സമയം ക്രമീകരിച്ച് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഇന്ന സമയത്ത് ഇത്ര മണിക്കൂർ ആൾ പഠിക്കണം എന്നുള്ളത്, അത് ഞാൻ പറഞ്ഞു, കളിയിലൂടെ ആയിട്ടുള്ള ഒരു പഠനമായിരിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വീട് ഉണ്ടാക്കുമ്പോൾ ആദ്യം നമ്മൾ പ്ലാൻ റെഡിയാക്കുമല്ലോ. അപ്പോൾ ആ പ്ലാൻ അനുസരിച്ചിട്ടാണല്ലോ നമ്മളൊരു കെട്ടിടം നിർമ്മിക്കുക. അതുപോലെ തന്നെയാണ് നമ്മൾ കറക്റ്റായിട്ട് കൃത്യമായിട്ട് സമയങ്ങൾ നിശ്ചയിച്ച് ടൈം ടേബിൾ സെറ്റാക്കി കൊടുക്കുക. അതിലുള്ള ഓരോ പാഠഭാഗങ്ങളും അന്ന് തന്നെ പഠിച്ചു തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിന് നിങ്ങളുടെ സപ്പോർട്ട് നല്ലോണം വേണം. എങ്കിലാണ് ആ കുട്ടി നമ്മൾ പറയുന്ന രീതിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് അവർ വരുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈസി ആയിട്ടുള്ള സബ്ജക്ട്സ് അവർ എപ്പോഴും എടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ടഫുള്ള പാഠഭാഗങ്ങൾ, ബുദ്ധിമുട്ടുള്ള പാഠഭാഗങ്ങൾ കൂടുതലായിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് അവരുടെ അടുത്ത് പറയാം. പഠിക്കാൻ വേണ്ടിയിട്ട് അതിൽ കൂടുതൽ ആക്ടിവിറ്റീസ് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ട് നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പ്രയാസമുള്ള വിഷയങ്ങൾക്ക് മുൻഗണന കൊടുക്കുക. അത് കുട്ടികൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അവർ മാറ്റിവെക്കും. അത് പാരൻസ് ഏത് രീതിയിൽ പഠിപ്പിച്ച് കഴിഞ്ഞാലാണ് ഈ കുട്ടിക്കത് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളത് കണ്ടെത്തിയിട്ട് ആ ലെവലിൽ നമ്മൾ പഠിപ്പിക്കുക. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഗെയിംസ് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ പല ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ, അതെല്ലാം ആഡ് ചെയ്യുക. അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുക, നമ്മളെ കൊണ്ട് കഴിയാത്തതായിട്ട് ഒന്നുമില്ല, എല്ലാം സിമ്പിളാണ് എന്നുള്ളത് പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് മനസ്സിൽ തോന്നണം ഇതിനെ കൊണ്ട് പറ്റാത്തതായിട്ട് ഒന്നുമില്ല, എല്ലാം സിമ്പിളാണ് എന്നുള്ളത്. അതിന് നിരന്തരം നമ്മൾ അവർക്ക് പോസിറ്റീവ് അഫർമേഷൻസ് കൊടുത്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ പറയാനുള്ളത്, കൃത്യസമയത്ത് എല്ലാം പഠിച്ചു തീർന്നു കഴിഞ്ഞാൽ അവർക്കൊരു ഭാരമായിട്ട് മാറൂല. അല്ല എങ്കിൽ ലാസ്റ്റിക്ക് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒരുപാട് പഠിക്കാനുണ്ടല്ലോ എന്നുള്ള വേവലാതി ആയിരിക്കും. അപ്പോൾ അന്നാന്നെടുക്കുന്ന പാഠഭാഗങ്ങൾ അന്നാന്നെടുക്കുന്നത് അന്നാന്ന് തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുക. അതിനനുസരിച്ച് പാരൻസ് ഓരോരോ കാര്യങ്ങൾ സെറ്റാക്കി കൊടുക്കുക. ടൈം ടേബിൾ കാര്യങ്ങൾ സെറ്റാക്കിയിട്ട് ഇന്ന സമയത്ത് ഇന്ന കാര്യങ്ങൾ തീർക്കണം എന്നുള്ളത് നിങ്ങൾ 2 പേരൂടെ ഒരുമിച്ചിരുന്നിട്ട് അതിനൊക്കെ വേണ്ടത് പാരൻസ് ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് മാറുക കുട്ടിയുടെ. അങ്ങനെ ആയി കഴിയുമ്പോഴാണ് നമ്മൾ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന തരത്തിലേക്ക് നമ്മളെ മക്കളെ മാറ്റിയെടുക്കാൻ നമുക്ക് പറ്റുള്ളൂ. രണ്ടാമത്, കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതിന് പ്രത്യേക ഒരു സ്ഥലം തിരഞ്ഞെടുക്കുന്നത് വളരെ നല്ലതാണ്. കാറ്റും വെളിച്ച കാര്യങ്ങളൊക്കെ കിട്ടുന്നതും മറ്റുള്ളവരുടെ ശല്യം വല്ലാണ്ട് ഇല്ലാതെ അവർക്കായിട്ട് തന്നെ ഒരു സ്റ്റഡി ടാബിൾ കാര്യങ്ങൾ അവിടെ നല്ല ക്രിയേറ്റീവായിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ സെറ്റാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും. അവരുടേതായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട് എന്നുള്ള തോന്നൽ വരും. ഇവിടെ ഇരുന്ന് പഠിച്ചാൽ എനിക്ക് നന്നായിട്ട് പഠിയും എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടുന്ന അഫർമേഷൻസ് ഒക്കെ ഒട്ടിച്ചു കൊടുത്ത്, അവർക്ക് വേണ്ടുന്ന ലെറ്റേഴ്സ് കാര്യങ്ങളൊക്കെ അവരുടെ സ്റ്റഡി ടേബിളിൻ്റെ അടുത്ത് ഒട്ടിച്ചു കൊടുത്ത്
അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഓരോ സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ, അവരുടെ പേനകൾ ഇട്ട് വെക്കാനുള്ള നല്ല ബോട്ടിൽസ്, അതുപോലെ തന്നെ അവരുടെ ബുക്ക് അറേഞ്ച് ചെയ്യാനും നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്യാനുള്ള അങ്ങനെയുള്ള അവർക്കുള്ള അവരുടെ ആ റൂമുമായിട്ടൊരു പ്രത്യേക ആത്മബന്ധം ഉണ്ടാക്കി കൊടുക്കുക. ആ റൂമിലേക്ക് അവർ കയറുമ്പോൾ തന്നെ വാവ് എന്നുള്ള തോന്നൽ അവർക്ക് തന്നെ വരണം. അവരുടെ അഫർമേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒട്ടിച്ചു കൊടുത്ത് അവർക്ക് പഠിക്കാനുള്ള ലെറ്റേഴ്സ്, അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ടാബിള്, അതൊക്കെ നമ്മൾ തന്നെ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സെറ്റാക്കി കൊടുക്കാൻ പറ്റും. അതിന് നല്ല ടാബിൾ പോയിട്ട് വാങ്ങിക്കൊണ്ടുവരണം എന്നൊന്നുമില്ല. നമ്മൾ വീട്ടിലുള്ള ഓരോ സംഭവങ്ങൾ വെച്ചിട്ട് നല്ല രീതിയിൽ അവരുടെ സ്റ്റഡി ടേബിൾ അറേഞ്ച് ചെയ്ത് കൊടുത്താൽ തന്നെ അവർക്ക് നല്ല ഇതിൻ്റെ ഒരു സ്പേസാണ് എന്നുള്ള തോന്നൽ വരും. അവിടെ ഇരുന്നാൽ അവർക്ക് പ്രത്യേകമായിട്ട് പഠിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് വരും, നല്ലൊരു ഫീല് കിട്ടും. അങ്ങനെയുള്ളൊരിടം നിങ്ങൾ സെറ്റാക്കി കൊടുക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവരുടെ പഠന സാധനങ്ങളെല്ലാം അവരുടെ കയ്യെത്തും ദൂരത്തുണ്ടായിരിക്കണം. പേനയായാലും പുസ്തകങ്ങളായാലും എല്ലാ സംഭവങ്ങളും അങ്ങനെ ആയിരിക്കണം നിങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അതെല്ലാം ഉപയോഗിച്ചിട്ട് അവരുടെ ഓരോരോ സാധനങ്ങളും കൃത്യമായിട്ട് അവിടെ തന്നെ എവിടെ നിന്നാണോ എടുത്തത് അവിടെ തന്നെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ എന്താക്കണം, പരിശീലിപ്പിക്കണം. അവരുടെ അടുത്ത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. എഴുതി പഠിപ്പിക്കുക. പഠന സമയത്തിന് ചെറിയ ചെറിയ വ്യായാമങ്ങൾ നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാം. അവർ ഒന്ന് ബോറടിക്കുമ്പോൾ നിങ്ങൾ അവരുടെ അടുത്ത് ജമ്പ് ചെയ്യാൻ പറയുക, കുറച്ച് ജമ്പ് ചെയ്യാൻ പറയുക, കുറച്ച് റൺ ചെയ്യാൻ പറയുക. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ പഠിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഈ കാര്യങ്ങളും കൂടെ ആഡ് ചെയ്യുമ്പോൾ അവർക്ക് ബോറടിക്കില്ല. അപ്പോൾ ഒരു കളിയിലൂടെയുള്ളൊരു പഠനമായിട്ട് അത് മാറും. മൂന്നാമത് ആവർത്തിച്ച് വായിക്കുക എന്നുള്ളതാണ്. അതായത് ആവർത്തിക്കുമ്പോഴാണ് ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും വലിയൊരു മാർഗം. അപ്പോൾ ആവർത്തിച്ച് വായിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മക്കൾക്ക് പഠിക്കും. പിന്നെ അതിനേക്കാൾ സിമ്പിളായിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ വായിപ്പിക്കുമ്പോൾ ഒന്ന് എഴുതിപ്പിക്കും കൂടെ ചെയ്യുകയാണെങ്കിൽ, നമ്മളിപ്പം ഒരു 5 times 3 times ഒക്കെ എഴുതിപ്പിക്കുക. ആ എഴുതുന്ന സമയത്ത് ഉറക്കെ പറഞ്ഞ് മക്കളുടെ അടുത്ത് ഞാൻ എൻ്റെ ക്ലാസ്സിൽ ഞാൻ കുട്ടികൾക്ക് വായിക്കാൻ എഴുതാൻ പ്രയാസപ്പെടുന്ന കുട്ടികൾക്ക് ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. താല്പര്യപ്പെടുന്നവർക്ക് ബന്ധപ്പെടാം. അപ്പോൾ അവർക്ക് നമ്മൾ എങ്ങനെയാണ് ഈസി ആയിട്ട് പഠിക്കുക, എങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ കളിയിലൂടെയുള്ള ഒരു പഠനം അവർ പഠിക്കുകയാണ് എന്നുള്ളൊരു ഫീൽ അവർക്ക് വരില്ല. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് തീർച്ചയായിട്ടും എന്നെ കണക്ട് ചെയ്യാം. എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും കുട്ടികളുടെ അടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ കൈകൊണ്ട് എഴുതുക, വാക്കൊണ്ട് പറയുക, ചെവി കൊണ്ട് കേൾക്കുക എന്നുള്ളത്. അങ്ങനെ പറഞ്ഞിട്ട് അവരെ കൊണ്ട് എഴുതിപ്പിക്കുമ്പോൾ അവർ കുറച്ച് ഉറക്കെ പറഞ്ഞ് എഴുതാൻ ശ്രമിക്കും. അപ്പോൾ നമ്മൾ ഒരു 100 തവണ അല്ലെങ്കിൽ ഒരു 10 തവണ വായിക്കുന്നതിലും ഒരു 5 തവണ എഴുതുമ്പോഴത്തേക്ക് അത് നമ്മളിങ്ങനെ ആവർത്തിച്ച് വായിച്ചുകൊണ്ട് എഴുതുമ്പോൾ അവർക്ക് പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളും എന്ത് ചെയ്യുക, കുട്ടികളെ പഠിപ്പിക്കാനിരിക്കുമ്പോൾ എഴുതി പഠിപ്പിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അവരുടെ അടുത്ത് പറയുക, കൈകൊണ്ട് എഴുതുക, വാക്കൊണ്ട് പറയുക, ചെവി കൊണ്ട് കേൾക്കുക എന്നുള്ളത്. അപ്പോൾ ഉറക്കെ പറഞ്ഞ് എഴുതണം എന്നുള്ളത് അവർക്ക് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യും. ഓരോ പാഠം പഠിക്കുമ്പോഴും നമ്മൾ ആ പാഠത്തിൽ ഷോർട്ട് നോട്ട്സ് തയ്യാറാക്കി കൊടുക്കുക. അത് കുട്ടികൾ തയ്യാറാക്കുന്നവരാണെങ്കിൽ അവർക്ക്, കുറച്ച് വലിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് ഏറ്റവും ബെസ്റ്റ് ആ പാഠത്തിന് ഓരോ ഷോർട്ട് നോട്ട്സ് തയ്യാറാക്കുക. ആ ഷോർട്ട് നോട്ട്സ് തയ്യാറാക്കി ആ ചാപ്റ്റർ കംപ്ലീറ്റ് ആവുമല്ലോ, പഠിച്ച് തീരുമ്പോൾ ഈ ഷോർട്ട് നോട്ട്സ് വെച്ചിട്ട് നമുക്ക് അതെല്ലാം കിട്ടുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അപ്പോൾ ഓരോ ചാപ്റ്ററിൻ്റെ ആ ഷോർട്ട് നോട്ട്സ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അതിലുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും ഓർത്തെടുക്കാൻ പറ്റും. നാലാമതായിട്ട് പറയാനുള്ളത് നമ്മുടെ കുടുംബാന്തരീക്ഷം മെച്ചപ്പെടുത്തുക. നമ്മൾ നല്ലൊരു പഠനക്രമം ഉണ്ടാക്കി പഠനാന്തരീക്ഷം സൃഷ്ടിച്ചു. അത് മാത്രം ഉണ്ടാക്കി കഴിഞ്ഞാൽ കുട്ടികൾക്ക് പഠിക്കാനും ബുദ്ധിമുട്ടായിരിക്കും. കുടുംബാന്തരീക്ഷം ക്ലിയർ ആയിട്ട് നല്ല രീതിയിൽ അല്ല പോകുന്നത് എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ കുടുംബാന്തരീക്ഷം നല്ല രീതിയിൽ അയക്കുക. അതായത് കുട്ടികൾക്ക് കുടുംബത്തിൽ നിന്നും പ്രചോദനം കൊടുത്തുകൊണ്ടേയിരിക്കുക. എത്രത്തോളം നമ്മൾ അവരെ ഓരോ കുട്ടികളുടെ കുഞ്ഞു കാര്യം നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളത് അവരുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ നമ്മൾ എപ്പോഴും പിശുക്ക് കാണിക്കും. പക്ഷേ അവരൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു അബദ്ധം അവരുടെ അടുത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതെടുത്ത് പൊക്കി കാണിക്കും, നീ അത് ചെയ്തില്ല പക്ഷേ നേരെ മറിച്ച് അവർ ഓരോ കാര്യങ്ങൾ ചില കുഞ്ഞു കാര്യങ്ങളാണെങ്കിൽ നമ്മൾ പലപ്പോഴായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ അതിനൊന്നും വല്ലാണ്ട് പ്രോത്സാഹനം കൊടുക്കില്ല. എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ നന്നായിട്ട് അവർ ശകാരിക്കും. അതൊന്ന് നിർത്തിയിട്ട് കുഞ്ഞുമക്കളെ അവർ ഇന്ന് എന്തെല്ലാം കാര്യം എപ്പോഴും അത് ചിന്തിക്കുക, ഇന്ന് എൻ്റെ കുട്ടിയിൽ എന്തെല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നത് എന്നുള്ളത് വാച്ച് ചെയ്തിട്ട് അതിന് നിങ്ങൾ നിരന്തരം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്, എൻ്റെ കുട്ടി അങ്ങനെ ചെയ്താൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്, ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ കൂടെ കട്ട
കട്ടക്ക് നിന്ന് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് വല്ലാത്തൊരു സന്തോഷം ഉണ്ടാവും മനസ്സിൽ. അത് കൂടുതൽ നമ്മളെ അടുപ്പിക്കും. നമ്മൾ അവരെ എത്രത്തോളം ചേർത്ത് പിടിക്കുന്നോ അതിനനുസരിച്ച് തന്നെ അവരിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരും. അപ്പോൾ മാതാപിതാക്കളുടെ സ്നേഹവും കരുതലും തലോടലും വാത്സല്യം എല്ലാം അവർക്ക് വേണ്ടുവോളം നിങ്ങൾ കൊടുക്കുക. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, എൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്, എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് പക്ഷേ പലപ്പോഴും നമുക്ക് അവരോരോ കുഞ്ഞു കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ക്ഷമ വരാറില്ല. അപ്പോൾ നമ്മൾ ക്ഷമയുള്ളവരായിരിക്കുക. കുഞ്ഞു മക്കൾ അവർ നമ്മൾക്ക് ഫസ്റ്റായിട്ട് അവരെ കൈ കിട്ടിയപ്പോൾ നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്ന സന്തോഷവും അവരോടുള്ള ആ സ്നേഹം ഉണ്ടല്ലോ, അത് ആ രീതിയിൽ തന്നെ നമുക്ക് ഇപ്പോഴും അവർക്ക് കൊടുക്കാൻ പറ്റും. അത് കൊടുക്കാൻ പറ്റണം. പക്ഷേ ഇപ്പോൾ നമ്മുടെ മനസ്സിൽ അവരെന്തോ നമ്മളാരോ വലിയ ആളുകളായി അവർ എന്തൊക്കെയോ തെറ്റ് ചെയ്യുന്ന ആളുകളായ പോലെയാണ് പലപ്പോഴും കാണാറുള്ളത്. പൊതുവെ സ്കൂളിൽ കൊണ്ടുവിടുമ്പോഴാണ് കുട്ടികൾക്ക് കൂടുതലും ബുദ്ധിമുട്ട് വരാറുള്ളത്. LKG മുതൽ പിന്നെ പഠിപ്പിക്കണമല്ലോ എന്നുള്ള തോട്ട്സ് പാരൻസിന് വരും. അതിനുശേഷമാണ് ഇവർക്ക് കൂടുതൽ അടിയും ചീത്തയും കാര്യങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങുക. അപ്പം അതിൽ നിന്നൊന്ന് മാറിയിട്ട് ഒരു ഗുഡ് പാരൻറ്റ് എങ്ങനെ ആയിരിക്കണം എന്നുള്ള തോട്ട് കൊടുക്കുക. ആ രീതിയിൽ തന്നെ ഇവർ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കണ്ടെത്തുക, അതിന് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം കണ്ടെത്തുക. നിങ്ങൾ മനസ്സുകൊണ്ട് അങ്ങ് തീരുമാനിക്കുക, എൻ്റെ കുട്ടിയിലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ തെറ്റ് അവരെ അടുത്തുനിന്ന് സംഭവിക്കും, ഓക്കെ അത് തെറ്റാണ് കേട്ടോ എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. എൻ്റെ കൂടുതലായിട്ട് ഉപദ്രവിക്കാതെ ദേഷ്യപ്പെടാതെ നല്ല രീതിയിൽ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഉമ്മച്ചി എൻ്റെ അമ്മക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല, എൻ്റെ ഉമ്മച്ചിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് വിചാരിച്ചിട്ട് അവരതിൽ നിന്നും മാറി നിൽക്കും. അത് തീർച്ചയായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നേരെ മറിച്ച് നമ്മൾ എപ്പോഴും ദേഷ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടി നമ്മളെ ദേഷ്യപ്പെടുപ്പിച്ചുകൊണ്ടേയിരിക്കും. അതിൽ നിന്നൊന്നും മാറുക. മാതാപിതാക്കൾക്ക് കുട്ടികളുടെ പഠനം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഉത്കണ്ഠ ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. പക്ഷെ അത് കുട്ടികളിലേക്ക് പകരാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കുട്ടികൾ ആവശ്യപ്പെടാതെ തന്നെ അവരുടെ പഠനത്തിലേക്ക് ഇടപെടാനും മേൽനോട്ടം വഹിക്കാനും രക്ഷിതാക്കൾ അമിതമായിട്ട് മുതിരാൻ പാടില്ല. അവർക്ക് ഒരു സ്പേസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾക്കും അവർ സ്പേസ് തരാൻ തുടങ്ങും. അങ്ങനെ ആകുമ്പോൾ നമ്മൾ പറയുന്നത് അവർ കേൾക്കാൻ തുടങ്ങും. നമ്മൾ നന്നായിട്ട് അവരെ ശ്രദ്ധിക്കണം. പക്ഷെ ഓവറായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരെ ബുദ്ധിമുട്ടാക്കരുത്. അവർക്ക് പഠിക്കാനിരിക്കുമ്പോൾ മനസ്സമാധാനം വേണം. അത് അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക അത് ചെയ്തോ ഇത് ചെയ്തോ എന്ന് ചോദിക്കാണ്ട് അവർക്ക് സമാധാനം അവിടെ ഉണ്ടാക്കി കൊടുക്കുക. മനസ്സമാധാനത്തോടെ പഠിക്കാനുള്ളൊരു അന്തരീക്ഷം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. ദേഷ്യപ്പെടലും വഴക്കുകളും ടെൻഷൻ ഉണ്ടാക്കുന്ന ചോദ്യങ്ങൾ കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് അവരുടെ നല്ലൊരു ഫ്രണ്ടായിട്ട് അവരെ കൂടെ നിന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കുക. 5ാമത്തെ പോയിന്റ് സ്കൂൾ അന്തരീക്ഷം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. എല്ലാ കുട്ടികൾക്കും തുല്യമായിട്ടുള്ള രീതിയിൽ പരിഗണന കൊടുക്കുക. പിന്നെ പിന്നോട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് സ്പെഷ്യൽ ക്ലാസ്സസ് കാര്യങ്ങൾ കൊടുക്കുക. അതുപോലെ തന്നെ പറയാനുള്ളത് ടീച്ചേഴ്സും പാരൻസും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ആ കുട്ടീനെ നല്ല രീതിയിൽ നർച്ചർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ പാരൻസും ടീച്ചേഴ്സും നിരന്തരം കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കണം. എന്നും വിളിച്ച് ശല്യപ്പെടുത്തുക എന്നുള്ളതല്ല. കുട്ടിയുടെ ഓരോ കാര്യങ്ങളും എന്താണ് അവസ്ഥ എന്നുള്ളത് നിങ്ങൾ ഇടയ്ക്ക് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ടീച്ചേഴ്സിൻ്റെ അടുത്ത് അന്വേഷിക്കണം. ഒരു കുട്ടീനെ വളർത്താനും തളർത്താനും ഞാൻ എപ്പോഴും പറയുന്ന പോലെ 2 വ്യക്തികൾക്ക് കഴിയും. അതാണ് ഒന്ന് ടീച്ചേഴ്സ്, ഒന്ന് പാരൻസ്. ഈ കുട്ടിയെ എത്രത്തോളം പ്രോത്സാഹിപ്പിച്ച് നിങ്ങൾ 2 പേരും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നോ അതിനനുസരിച്ചുള്ള ഒരു ചേഞ്ച് നിങ്ങൾക്ക് ആ കുട്ടിയിൽ പ്രതീക്ഷിക്കാം. എത്ര പഠനത്തിൽ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന കുട്ടിയാണെങ്കിൽ പോലും അവിടെ ടീച്ചേഴ്സും പാരൻസും ഒരുമിച്ച് നിന്ന് ഈ കുട്ടിയെ സപ്പോർട്ട് ചെയ്ത് മാക്സിമം അവരെ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ ഈ കുട്ടിയിൽ പഠിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുകയും ആ കുട്ടി പഠിക്കാൻ തുടങ്ങുകയും ചെയ്യും എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലും സംഭവിക്കുന്നത്. അല്ലാണ്ട് ഞാൻ അവിടെ വേറെ ഒന്നും ചെയ്യുന്നില്ല. ഈ കുട്ടീനെ നമ്മൾ മാക്സിമം നമ്മളോട് അടുപ്പിക്കുകയും അവരെ മാക്സിമം പ്രോത്സാഹിപ്പിച്ച് പഠിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ എത്ര പഠന പിന്നോക്കാവസ്ഥയിലുള്ള എനിക്ക് പഠിക്കാൻ കഴിയൂല എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള കുട്ടികൾ പോലും എന്തായാലും എന്നെക്കൊണ്ട് പറ്റും, എനിക്ക് നല്ല കഴിവുകളുണ്ട് എന്നുള്ള തോന്നൽ വന്നിട്ട് അവർ പഠിക്കാനിരിക്കുകയാണ് നമ്മുടെ ക്ലാസ്സിൽ ചെയ്യുന്നത്. ഓൺലൈനായിട്ട് പോലും അവർക്ക് ഇത്രയും മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് മാത്രമാണ്. കൂടെ പാരൻസിൻ്റെ കട്ടയ്ക്ക് നിന്നുള്ള സപ്പോർട്ടും. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഇപ്പോൾ നമ്മൾ 3 വർഷത്തോളമായി ഈ കാര്യങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ കുട്ടികൾ 3000-ഓളം പിള്ളേർ ഓൺലൈനായിട്ട് നമ്മളിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുണ്ട്. ഈ കുട്ടികളിലൊക്കെ ഇത്രയും ചേഞ്ചസ്, ഇംഗ്ലീഷ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാണ്ട് എഴുതാനും സ്പീഡിൽ റീഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി തീർച്ചയായിട്ടും വന്നിട്ടുണ്ട്. അതുപോലെ അറബിക് മലയാളം എല്ലാം. അപ്പോൾ ഇത്രയും ഒരു മാറ്റം വന്നിട്ടുള്ളത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുട്ടികൾ അത്രയും അടുത്ത് ചേർത്ത് പിടിച്ചിട്ട് ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ് എന്നുള്ള രീതിയിലല്ല, കളിയും പഠനവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ കുട്ടികൾക്കും അത് ഇൻട്രസ്റ്റ് ആയിരിക്കും. അതാണ് അവിടെ സംഭവിക്കുന്നത്. 6ാമത്തെ പോയിന്റ് നന്നായിട്ട് ഉറങ്ങുക എന്നുള്ളതാണ്. സുഗമമായ പഠനത്തിന് പ്രധാനമായിട്ടുള്ള ഒരു ഘടകമാണ് കുട്ടികൾ നന്നായിട്ട് ഉറങ്ങുക എന്നുള്ളത്. കുട്ടികൾ നിർബന്ധമായിട്ടും 8 മണിക്കൂറെങ്കിലും ഉറങ്ങണം.
അത് പാരൻസ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം പലപ്പോഴും പല വീടുകളിലും ഇന്ന് ഒരുപാട് ലേറ്റായിട്ടാണ് ഉറങ്ങുന്നത്. അതുവരെ കുട്ടികളും അങ്ങനെ ചിലപ്പം ടി വി കണ്ടിട്ടും ഫോൺ കണ്ടിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് സമയം രാത്രിയിൽ 11 മണി 12 മണി ഒക്കെ 12:30 ഒക്കെ ആയിട്ട് അത്ര ലേറ്റായിട്ട് ഉറങ്ങുന്ന വീടുകളുണ്ട്. അപ്പം അതിൽ നിന്നൊന്ന് മാറിയിട്ട് പാരൻസ് എന്ത് ചെയ്യുക, കുറച്ചുകൂടെ ഒന്ന് നേരത്തെ ഉറങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോഴാണ് മക്കളും എന്ത് ചെയ്യുക, കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുള്ളൂ. പല മക്കളും ഒരുപാട് ലേറ്റായിട്ട് ഉറങ്ങുന്നവരുണ്ട്. അതിൽ നിന്നും മാറ്റിയിട്ട് അവരെ നേരത്തെ കിടത്തി ഉറക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കുക. നേരത്തെ ഉറങ്ങുന്നതും നേരത്തെ എണീക്കുന്നതും വളരെ എന്താ പറയുക കുട്ടികൾക്ക് ഉപകാരപ്പെടും. വളരെ എന്താ പറയുക, രാവിലത്തെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഇമ്പോർട്ടൻസ് ആണ്. രാവിലെ നമ്മൾ എത്രത്തോളം പഠിപ്പിക്കാൻ അവർ ഇരിക്കുന്നോ അതിനനുസരിച്ച് അവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നേരത്തെ ഉറങ്ങിക്കഴിഞ്ഞാലാണ് നേരത്തെ എണീക്കാൻ മക്കൾക്ക് പറ്റുള്ളൂ. 7ാമത്തെ പോയിന്റ് അനാവശ്യമായിട്ടുള്ള പരീക്ഷാ പേടി ഒഴിവാക്കുക എന്നുള്ളതാണ്. അതായത് പരീക്ഷയിൽ മാർക്കുകൾ ഒഴിവായിട്ട് ഗ്രേഡുകൾ വന്നത് പോലും കുട്ടികളുടെ പരീക്ഷാ പേടി ഒഴിവാക്കുക എന്നുള്ളത് വെച്ചിട്ടാണ്. കുട്ടികൾക്ക് വലിയവർക്കും പരീക്ഷ എന്ന് പറയുന്നത് തന്നെ പലർക്കും പേടിയായിട്ടാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അപ്പോൾ അത് കുട്ടികളിൽ ആ പേടി ഉണ്ടാക്കാതിരിക്കുക. കാരണം പരീക്ഷ എന്ന് പറയുമ്പോൾ വാവ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ അവരെത്തുകയാണ് എന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ അങ്ങനെ പേടിച്ചെഴുതുമ്പോൾ അറിയുന്നത് പോലും തെറ്റിപ്പോകുന്ന ഒരു ബുദ്ധിമുട്ട് മക്കൾക്ക് ഉണ്ടാവാറുണ്ട്. കൂടുതലും പാരൻസ് ആണ് അത് ഇട്ട് കൊടുക്കുന്നത്. പരീക്ഷ വരാറായിട്ടാ, പഠിക്കുന്നില്ലേ, പരീക്ഷയാണ് കേട്ടാ, ഇന്ന ദിവസമാണ് പരീക്ഷ, ഈ പഠിക്കണില്ലേ, പഠിച്ചില്ലെങ്കിൽ ഒന്നും കിട്ടൂല, ആ രീതിയിൽ നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾക്ക് ഇത് വലിയ സംഭവമാണ് എന്നുള്ള ഒരു തോന്നലും സംഭവം തന്നെയാണ്. പക്ഷെ അത് ആ ഒരു പേടി അവർക്ക് കയറും. ഇത് അവർ പഠിച്ചത് അവർക്ക് എത്രത്തോളം മനസ്സിലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ പരീക്ഷ നടത്തുന്നത്. അപ്പോൾ അവർ ആ പേടിയിലൂടെ അവരെ പറഞ്ഞു വിടുമ്പോൾ അവർക്ക് സ്വാഭാവിക അറിയുന്നത് പോലും തെറ്റിപ്പോകുന്ന ഒരു അവസ്ഥ വരാറുണ്ട്. അപ്പോൾ ആ പേടി അങ്ങ് ഒഴിവാക്കുക. കുട്ടികൾക്ക് കൂളായിട്ട് സിമ്പിളായിട്ട് നിനക്കെല്ലാം സെറ്റാവും കേട്ടോ, സിമ്പിളാടാ പരീക്ഷ, വാവ് അത് സൂപ്പറാണ്, അത് നമ്മൾ ഇതുവരെ പഠിച്ചത് എത്രത്തോളം മനസ്സിലായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. സിമ്പിളായിട്ട് പോയി എഴുതിയിട്ട് വാ എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, അവരെ പറഞ്ഞു വിടുക പരീക്ഷയ്ക്ക് മുമ്പ്. അല്ലാണ്ട് നിങ്ങൾ ഒരാഴ്ച 2 ആഴ്ച അല്ലെങ്കിൽ ഒരു മാസം മുമ്പ് തന്നെ അതിങ്ങനെ പേടിപ്പെടുത്തുന്ന ഒരു സംഭവമാക്കിയിട്ട് മാറ്റാറുണ്ട് പലപ്പോഴും പല പാരൻസും. അതിൽ നിന്നൊന്ന് മാറിയിട്ട് അത് സിമ്പിളാണ് എന്നുള്ള രീതിയിൽ അവർ നിരന്തരം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ആ പേടി ഇല്ലാണ്ടാക്കുക അവരിൽ. 8ാമത്തെ പോയിന്റ് വ്യായാമത്തിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. കുട്ടികളുടെ മനസ്സിനൊരു അയവ് വരാനും അതുപോലെ തന്നെ പഠന പ്രക്രിയ പുരോഗമനപ്പെടുത്താനും ഇത് വളരെ സഹായകരമാകും. അപ്പോൾ കുട്ടികളുടെ ദിനചര്യയിൽ വ്യായാമം കൂടെ ഉൾപ്പെടുത്തുക. 9ാമത്തെ പോയിന്റ് ആത്മവിശ്വാസം ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മളൊരു വലിയ ലക്ഷ്യം മുന്നിൽ കണ്ടിട്ട് പഠനം ആരംഭിക്കുകയാണ് വേണ്ടത്. പിന്നീട് ആ ലക്ഷ്യത്തോട് വിശ്വസ്തത പുലർത്തിയിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും. നമ്മൾ ആരായി തീരണം എന്ന് വിചാരിക്കുന്നുവോ അത് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ പഠിക്കാൻ ഇറങ്ങുക. അങ്ങനെ ആയിക്കഴിയുമ്പോൾ നമ്മൾ അവിടെ എത്തും. പലപ്പോഴും മക്കൾക്ക് വലിയ വലിയ സ്വപ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ പാരൻസ് അത് തളർത്താറുണ്ട്. പിന്നെ നിന്നെ കൊണ്ടത് പറ്റിയല്ലേ, ഈ അവിടെ എത്തല്ലേ, നല്ല കഥായി, നീ ഇത്രയും ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും അവിടെ എത്തും, അങ്ങനെ പറഞ്ഞിട്ട് പാരൻസ് അവരെ തളർത്താറുണ്ട് പലപ്പോഴും. അതിൽ നിന്നൊക്കെ മാറിയിട്ട് അവരുടെ ലക്ഷ്യം എന്താണ്, അവരെന്താണ് പറയുന്നത്, അതൊക്കെ നിനക്കത് പറ്റുവാടാ, നിന്നെക്കൊണ്ട് അത് കഴിയും എന്നുള്ളത് പറഞ്ഞ് നിരന്തരം പ്രോത്സാഹിപ്പിക്കുക. അവരുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുക. അങ്ങനെ ആവുമ്പോൾ അവരെന്താവും, അവരോലും അറിയാണ്ട് അവരങ്ങ് പഠിക്കാൻ വേണ്ടിയിട്ട് സെറ്റാവും. എനിക്ക് ഇന്ന ലക്ഷ്യത്തിൽ എത്തണം എന്നുണ്ടെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, അത് ഞാൻ ഇന്നത് പഠിക്കണം എങ്കിൽ എനിക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ എന്നുള്ള തോന്നൽ അവർക്ക് വരും. അവർ പഠിക്കും. അതിന് നിങ്ങളെന്ത് ചെയ്യുക, അവരെ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുക. നിരന്തരം അങ്ങനെ എത്തണം എന്നുണ്ടെങ്കിൽ എവിടെ എത്തണം, എങ്ങനെ പഠിക്കണം എന്നുള്ളത് ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവരെ മുന്നോട്ട് കൊണ്ടുപോവുക. അല്ലാണ്ട് തളർത്തല്ല വേണ്ടത്. 10ാമത്തെ പോയിന്റ് കൗൺസിലിംഗ് നടത്തുക. അതായത് പഠനത്തിൽ പിന്നോക്കമുള്ള വിദ്യാർത്ഥികളെ നമ്മൾ നിരന്തരം വിമർശിക്കുന്നതിന് പകരം അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പരിഹാരത്തിന് ശ്രമിക്കുകയാണ് വേണ്ടത്. അവരെ കൂടെ നിന്നിട്ട് ഏതെല്ലാം രീതിയിൽ എങ്ങനെയൊക്കെയാണ് അവരെ പഠിപ്പിക്കേണ്ടത് എന്നുള്ളത് നോക്കുക. സ്വന്തമായിട്ട് അത് യൂട്യൂബിലായാലും അവിടെ ഇവിടെ നിന്നൊക്കെ കിട്ടും. അത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, അത് കിട്ടിയിട്ട് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മെൻറ്റർ സഹായം തേടുക. അങ്ങനെ ആവുമ്പോൾ അവർക്ക് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ പഠിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ കുട്ടിയിൽ നല്ല റിസൾട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും.
അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടും രക്ഷിതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ നമ്മുടെ ചാനലിലൂടെ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഓക്കെ, താങ്ക് യു.